വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തും സംഘബോധവും വിളിച്ചോതിയ ജനമുന്നേറ്റത്തോടെ CPM പ്ലീനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. അതിവിശാലമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്തെ ചെങ്കടലാക്കിയ മഹാസമ്മേളനം CPMന്റെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായി. ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി M സന്തോഷ് ചേരും. ഒപ്പം തന്നെ അതിഥികളും വിവിധ കേന്ദ്രങ്ങളിൽ നമ്മോടൊപ്പം ചേരും. സന്തോഷ്, പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ ചുരുക്കി. സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഇതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രമേയം അവതരിപ്പിക്കും. ഈ സംഘടനാ റിപ്പോർട്ടിന്റെ പ്രധാന സാരാംശം പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങളെ ആഴത്തിൽ പരിശോധിക്കുന്നതും അതോടൊപ്പം തന്നെ വിവിധ ജനസമൂഹങ്ങളിൽ വന്നിട്ടുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ ഉൾപ്പെടെയുള്ള ആഘാതങ്ങൾ ഉൾപ്പെടെ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങളുടെ കടമകളും പാർട്ടി കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വിശദമായി പരിശോധിക്കും സംഘടനാ റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. സംഘടനാ പ്രമേയമാവട്ടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന സംഘടനാ പ്രമേയമാണ്. സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണവും പ്രമേയത്തിന്റെ അവതരണവും മാത്രമാണ് ഇന്നത്തെ പ്ലീനത്തിന്റെ പ്രധാന അജണ്ട. നാളെ മുതൽ 3 ദിവസമാണ് സംഘടനാ റിപ്പോർട്ടിന്റെ മേലുള്ള ചർച്ച നടക്കുന്നത്. നാലാമത്തെ ദിവസം സംഘടനാ റിപ്പോർട്ടിന്റെ മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയും. പ്രജീഷ്. വ്യക്തമാണ്. M സന്തോഷാണ് കൊൽക്കത്തയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ചർച്ചയിൽ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ അജിത് കുമാർ മംഗളം CEO, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്നും PV തോമസും ചർച്ചയിൽ പങ്കുചേരും. ബെർലിൻ കുഞ്ഞനന്ദൻ ടെലിഫോൺ ലൈനിൽ ചേരും. ഒപ്പം തന്നെ CPM നേതാക്കളെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരുപക്ഷെ 37 വർഷത്തിന് ശേഷം ചേരുന്ന പ്ലീനം, അത് കരട് രേഖ ഒരുപക്ഷെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ സ്വയം വിമർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു പ്ലീനം നടപടി CPM എന്ന സംഘടനയ്ക്ക് എന്ത് ദിശാബോധമായിരിക്കും ഒരുപക്ഷെ നൽകുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ദേശീയ തലത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വെച്ച് വിലയിരുത്തിയാൽ. പ്രജീഷ്, ഈ സാൽക്കിയ പ്ലീനത്തിന് ശേഷം കൂടുന്ന ഇപ്പോൾ കൽക്കത്തയിൽ ചേരുന്ന ഈ 5 ദിവസം കൊണ്ട് സമാപിക്കാൻ പോകുന്ന പ്ലീനം പ്രധാനമായും സംഘടനാപരമായ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആ പ്ലീനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷമായി പാർട്ടിക്കുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനഭിലഷണീയമായ പ്രവണതകൾ, അന്യവർഗ ചിന്തകൾ, ഇതൊക്കെ തന്നെ പരിശോധിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്ലീനം എന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. 35 വർഷമായി CPMനെ സംബന്ധിച്ച് ഏതെങ്കിലും നിലവാരത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനം നടന്നിട്ട് എന്ന് പറയുമ്പോൾ ഒരു തലമുറ, ഒന്നല്ല 2 തലമുറകളിലൂടെ ഈ പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള അനഭിലഷണീയ പ്രവണതകൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്ലീനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രേഖയിൽ പറയുന്നത്. അതിനകത്ത് നാം പരിശോധിക്കേണ്ടത് അത്രത്തോളം വ്യാപകമായ ഒരു കാലഘട്ടത്തിൻ്റെ പുനരാവിഷ്കാരം നടത്തണമെന്ന് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഈ ഫാസിസ്റ്റ് ഭീഷണിയുടെ രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം. ജനാധിപത്യ ശക്തികളുടെ ദൗർബല്യവും ഫാസിസ്റ്റ് ശക്തികളുടെ അന്തം വെട്ട ഒരു അഴിഞ്ഞാട്ടവും നടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ നവീകരിക്കുക എന്നത് പ്രസക്തമായി CPMന്റെ നേതൃത്വത്തിന് തോന്നിയിരിക്കുന്നു. വിജയവാഡ സമ്മേളനത്തിന് ശേഷം അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടക്കുന്ന പ്ലീനമെന്ന് ആമുഖമായി നമുക്കതിനെ പറയാം. ഒരുപക്ഷെ കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം സ്വയം വിമർശനാത്മകമായ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. എന്തായാലും സാഹചര്യങ്ങളെ വിലയിരുത്തിയ ശേഷമായിരിക്കുമല്ലോ തയ്യാറാക്കിയിരിക്കുക, അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചന നൽകുന്നുണ്ട്. നിശ്ചയമായും അത് ഉൾപാർട്ടി ജനാധിപത്യത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. 2 കാര്യങ്ങളാണ്. ഈ പ്ലീനത്തിൽ അവതരിപ്പിക്കപ്പെട്ട രേഖ പരിശോധിച്ചാൽ വളരെ അടിസ്ഥാനപരമായ നിലവാരത്തിലുള്ള മാറ്റങ്ങൾക്ക് പാർട്ടി സജ്ജമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം പ്ലീനം വഴി കഴിയും എന്ന് നമുക്കറിയില്ല. കാര്യം അത്ര ഇതിനു മുമ്പുള്ള ചില പ്ലീനങ്ങൾ അത്ര ആശാവഹമായ റിപ്പോർട്ട് നമുക്ക് കൊണ്ടു തന്നിട്ടില്ല. എങ്കിൽ പോലും കഴിഞ്ഞ 35 വർഷമായി പാർട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, വിഭാഗീയത, സ്വന്തം താല്പര്യം മുൻനിർത്തി മാത്രം ഓരോ വിഭാഗങ്ങൾ അവരുടെ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റികൾ അങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് അങ്ങേറ്റം അകന്നു പോവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥ അഖിലേന്ത്യാ നിലവാരത്തിൽ തന്നെ പാർട്ടി സംഘടന വൻതോതിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ
പരസ്യമായി പറഞ്ഞുകൊണ്ടൊരു നവീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിനുള്ള ഉത്കടമായ അഭിനിവേശം ഈ രേഖയിൽ കാണുന്നുണ്ട്. എത്രത്തോളം ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ തീർച്ചയായും അവിടെയാണ് ഒരുപക്ഷെ ശ്രീ അജിത് കുമാർ ഒരുപക്ഷെ അനഫലീഷണീയമായ ഒട്ടേറെ പ്രവണതകൾ അത് ബ്രാഞ്ച് തലം മുതൽ അല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഉണ്ട് പോളിറ്റ് ബ്യൂറോ വരെങ്കിലും ചില മേഖലകളിലെങ്കിലും ഉണ്ട് എന്ന് സമ്മതിക്കുന്നു. കാര്യങ്ങളെ സ്വയം വിമർശനമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ ദിശാബോധം നൽകുന്നു പാർട്ടി പ്രവർത്തകർക്ക്. ഒരുപക്ഷെ എല്ലാവരും ആശ്ചര്യത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു പ്ലീനം നേരത്തെ വാസുദേവ് ബാബു സൂചിപ്പിച്ചതുപോലെ എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പുതിയൊരു കാൽവയ്പിലേക്ക് അടക്കം പോകുമെന്നൊക്കെ തന്നെ ഒരു റിപ്പോർട്ടാണ് ഒരുപക്ഷെ നമുക്ക് പരിശോധിച്ചാൽ കാണുന്നത്. എന്തായിരിക്കും ഒരുപക്ഷെ ഈ കരട് രേഖയെ മുൻനിർത്തി താങ്കൾക്ക് വിലയിരുത്താനുള്ളത്? ഒരു മുൻ നക്സലേറ്റും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയുമായിരുന്ന ഭാസുരേന്ദ്ര ബാബുവിൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ തിരസ്കരിക്കുന്നു. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം ഒരു ഒരു വ്യാപാരം മാത്രമാണ്. കാരണം ഈ 3 വർഷം കൂടിയിരിക്കുമ്പോൾ കൃത്യമായി പാർട്ടി അഖിലേന്ത്യാ സമ്മേളനം നടത്തുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഈ 3 വർഷം കൂടി ഇരിക്കുമ്പോൾ ആ സമ്മേളനം നടത്താതെ പിന്നൊരു പ്ലീനം എന്തിനു വേണ്ടി? ഒരു ദിവസം കൂടെ ആ സമ്മേളനം കൂടിയിട്ട് പാർട്ടി പ്ലീനം നടത്തിക്കൂടെ? അല്ലെങ്കിൽ സംഘടനാ പ്ലീനം എന്തിനാ? സംഘടനാ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടി അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ ഒരു ദിവസം പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചുകൂടെ? അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്നതാണ് ഈ പ്ലീനം. മറ്റൊന്ന്, എന്തിനീ പ്ലീനം? പ്ലീനത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇതിനു മുമ്പ് പ്ലീനം നടന്നല്ലോ. കോഴിക്കോട് പ്ലീനം നടന്നില്ലേ? അല്ലേ? പാലക്കാട് പ്ലീനം നടന്നല്ലോ. അതിനുശേഷം എന്ത് മാറ്റമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ലെവലിൽ ഉണ്ടായത്? ഒരു മാറ്റവും നടന്നു. അങ്ങനെ കാര്യങ്ങളെ പെട്ടെന്ന് അല്ലെങ്കിൽ ലാഘവത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? കാരണം 37 വർഷത്തിന് ശേഷമാണ് ഒരുപക്ഷെ ചേരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അല്ല, ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് ജനങ്ങളുമായി പശ്ചിമബംഗാളിൽ പൊട്ടി തകർന്നല്ലോ. എന്നിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഈ കമ്മിറ്റി 5 മണിക്കൂർ 10 മണിക്കൂർ നേരെയുള്ള കമ്മിറ്റി മാറണം. അടിസ്ഥാന വിഷയങ്ങളെല്ലാം പരാമർശിച്ചിട്ടുള്ള ഒരു കരട് രേഖ അതിനെ അംഗീകരിക്കും. അതാണ് ഇപ്പോൾ ഒരു പക്ഷേ മുന്നിലുള്ളത്. നേരത്തെ അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസിൽ മറ്റൊരു വിഷയമാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. പ്ലീനം അതിനുവേണ്ടി ഇത്തരത്തിലൊരു പക്ഷേ സമയക്രമം മാറ്റിവെച്ചു എന്നുള്ളൊരു സാങ്കേതികമായ വിഷയങ്ങൾ. പക്ഷേ ഇതിലെ വസ്തുതകളെ പ്രകടമായി നോക്കുമ്പോൾ എത്രത്തോളം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് CPM-ന് പുതിയ ദിശാബോധമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ശ്രീ അജിത് കുമാർ പറഞ്ഞ വിമർശനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്. അതെ പ്രജീഷ്, അജിത് കുമാർ ഈ വിമർശനം ഇപ്പൊ പറയുന്നതല്ല. CPM-നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല വിമർശനങ്ങളും സാധാരണക്കാർ പങ്കിടുന്ന വിമർശനങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനൊന്നുമല്ലല്ലോ. ആ അർത്ഥത്തിൽ പല വിമർശനങ്ങളും പലപ്പോഴും പല ചർച്ചകളിലും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇത് നന്നാവാത്തതിൻ്റെ ഉള്ള ഒരു വിഷമം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ എത്തവണയും അത് നമുക്ക് സംഭവിക്കാം. ഇപ്പോൾ പാലക്കാട് സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. പാലക്കാട് സമ്മേളനത്തിൻ്റെ പ്ലീനത്തിൻ്റെ ഡോക്യുമെൻ്റ് വായിച്ചാൽ വൻതോതിലുള്ള മാറ്റം കേരളത്തിലെ പാർട്ടി ഘടനയ്ക്ക് സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നും. പക്ഷേ സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്ന കാര്യം പോലും നടപ്പാക്കപ്പെട്ടിട്ടില്ല സഖാക്കളുടെ ഇടയിൽ. അത് നമ്മൾ മനസ്സിലാക്കുക. മാറ്റങ്ങൾ വരുന്നില്ല. മാറ്റത്തിനുള്ള അഭിവാഞ്ചകൾ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമല്ല, പ്ലീനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വളരെ പൊളൈറ്റായിട്ട് ആളുകളായിട്ട് പെരുമാറണം, സംസാരിക്കണം എന്നൊക്കെ ഉള്ള പ്ലീന രേഖ അംഗീകരിക്കുന്ന സമയത്താണ് ചില നേതാക്കൾ പത്രക്കാരോട് ഭത്സിക്കുന്ന തരത്തിൽ സംസാരിക്കും. മാത്രമാണ് ഒരു മാറ്റം ഉണ്ടായത്. ബേബി വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് സംസാരിച്ച് വേറെ ഒരാൾക്കും മാറ്റം ഉണ്ടായില്ല. ആർക്ക് മാറ്റം ഉണ്ടായി? എന്തായാലും ഒരു പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ട ഒരു ഘടകം തന്നെയാണ്. ദേശീയ തലത്തിലേക്ക് ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ കാണുമ്പോഴല്ലോ ഓട്ടങ്ങ് പോകും, ജനങ്ങളങ്ങ് ചോർന്നു പോകും. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം. ശ്രീ PV തോമസ്, മുതിർന്ന മാധ്യമ, ഒരുപക്ഷെ ദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ശ്രീ PV തോമസ്, കാരണം പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ പരിഷ്കാരങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായി നേരിടുന്ന ഒട്ടേറെ വെല്ലുവിളികൾ ഒരു വശത്ത്, മറ്റൊന്ന് ഫാസിസം അല്ലെങ്കിൽ വർഗീയതയോടുകൂടി വർഗീയത എന്ന വലിയൊരു വിപത്ത് അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാഹചര്യം. ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു ബദലായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ CPM-നോ എത്താൻ കഴിയുന്ന ഒരു സൂചന ഇന്നത്തെ ഈ പറയുന്ന കരട് രേഖയിലൂടെ താങ്കൾ ഒരുപക്ഷെ ദേശീയതലത്തിൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ ഗുണകരമാകും, ഒരു പ്രതീക്ഷ CPM-ന് നൽകുന്ന ഒന്നായിരിക്കുമോ ഈ കൊൽക്കത്തയിലെ പ്ലീനം? ഇടതുപക്ഷത്തിന്
ദേശീയതലത്തിൽ പ്രസക്തിയുണ്ട്, ഒരു സംശയവുമില്ല, CPM പ്രത്യേകിച്ചും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം വെസ്റ്റ് ബംഗാളും കേരളവും ത്രിപുരയും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷമായിരിക്കരുത്. എന്തുപറ്റി UP-യിലും ബീഹാറിലും പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇവിടെയെല്ലാം വലിയ ശക്തിയായിരുന്നല്ലോ. അവിടെയൊക്കെ ശക്തി വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എല്ലാവരും കേരളത്തിലെ CPM-കാർ കേരളത്തെ കേന്ദ്രീകരിക്കും, പിന്നെ ബംഗാളിലുള്ളവർ ബംഗാളിനെ കേന്ദ്രീകരിക്കും. ഒരു ദേശീയ തലത്തിൽ ഒരു ലീഡർഷിപ്പ് CPM-നില്ല. അത് ഉണ്ടായി വരുവാനായിട്ട് യെച്ചൂരി ആന്ധ്രാക്കാരനാണ്. യെച്ചൂരിക്ക് പറഞ്ഞാൽ ഒരു മാസ് ലീഡറൊന്നുമല്ല യെച്ചൂരി, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. പ്രകാശ് കാരാട്ടും ആയിരുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അങ്ങനെ AK ഗോപാലിനെ പോലെയോ EMS നമ്പൂതിരിപ്പാടിനെ പോലെയോ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ, ദേശീയമായിട്ട് ചിന്തിക്കുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ക്യാമ്പസ് പൊളിറ്റിക്സ് അവിടെയൊന്നുമല്ല പാർട്ടി നിൽക്കേണ്ടത്. പാർട്ടിക്ക് ശരിക്കും സ്വാധീനമുണ്ടായിരുന്ന UP-യിലോ ബീഹാറിലോ പഞ്ചാബിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ പാർട്ടി ഒന്നുമല്ല. എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഒരു ലീഡർഷിപ്പിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാത്തത്? അത് പാർട്ടിയുടെ വലിയ പരാജയമാണ്. പിന്നെ പാർട്ടി പണ്ട് തൊട്ടേ പറയുന്നതാണ്, പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളുടെ ബൂർഷ്വാ സ്വഭാവം വരുന്നു. അതെന്നാ 1995 ഞാൻ പാർട്ടിയുടെ കോൺഗ്രസ് കവർ ചെയ്യുമ്പോൾ, ചണ്ഡീഗഡിൽ കോൺഗ്രസ് കവർ ചെയ്യുമ്പോൾ അന്നും വരുന്നതാണത്. അതിനുശേഷം എത്രയോ കോൺഗ്രസിൽ കവർന്നു പോയി, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇന്നുമുണ്ട് റിയൽ എസ്റ്റേറ്റും റിസോർട്ടുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുമായിട്ട് പാർട്ടിയുടെ ആൾക്കാർ പോകുന്നു. ഇതിനൊന്നും ചങ്ങലക്കിടുവാനോ അവരെ നിലയ്ക്ക് നിർത്തുവാനോ അവരെ പറിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്തെറിയുവാനോ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? അതാണ് പാർട്ടിയുടെ പ്രശ്നം. പാർട്ടി ശക്തമായിട്ട് തോമസ്, വീണ്ടും നമ്മൾ പ്ലീനത്തിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളെ റിപ്പോർട്ടിനെ മുൻനിർത്തിയുള്ള ചർച്ചയാണ്. എന്തായാലും പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാര്യമാണോ? കാരണം 37 വർഷം കഴിഞ്ഞിരിക്കുന്നു. പല മേഖലകളിലും ജീർണതകൾ കൂടുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ എല്ലാം പരാമർശിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കരട് രേഖ. എല്ലാ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് വീഴ്ച എവിടെ സംഭവിച്ചു, വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ എന്ത്, ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും മാത്രവുമല്ല രാജ്യത്തെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം പോയി എന്നൊരു ബോധ്യം എന്തായാലും ഈ കരട് രേഖയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ പ്രസക്തമായി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയാൽ എത്രത്തോളം ശുഭകരമായിരിക്കും ഈ റിപ്പോർട്ട്, മുന്നോട്ട് വയ്ക്കുന്ന ഈ റിപ്പോർട്ട്? ഇത് ആത്മാർത്ഥമായിട്ട് സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പാർട്ടിയും ദേശീയ തലത്തിൽ ഇരുന്നുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ്. അവരിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. പാർലമെന്ററിസം, ബൂർഷ്വാ, ഇതെല്ലാം പറയുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കാര്യം. പാർട്ടി ഇത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ സംഭവം ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഗുണം വരും. അത് ചെയ്യണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ 50കളിലെയോ അല്ലെങ്കിൽ 60കളിലെയോ അല്ലെങ്കിൽ 40കളിലെയോ ആ ഒരു തീക്ഷ്ണത ഇന്ന് വീണ്ടെടുക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല, സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടി പരാജയപ്പെടുന്നത്. ബാബു, നേരത്തെ PB തോമസ് സൂചിപ്പിച്ചതുപോലെ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട അടവ് നയം അദ്ദേഹം പറഞ്ഞു. അതൊരു പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ദില്ലി തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ബീഹാറിൽ അടക്കം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര കൂട്ടായ്മ അടക്കം രൂപപ്പെട്ടപ്പോൾ അവിടെ എടുത്ത ഒരു നിലപാടുകൾ അത് ഒരുപക്ഷെ പുനർപരിശോധിക്കേണ്ട സാഹചര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ വിമർശനങ്ങൾ ആ തരത്തിലൊക്കെ വരുന്നു. അവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അടവ് നയങ്ങൾ സ്വീകരിക്കുമ്പോഴുള്ള ചില സംശയങ്ങൾ, അതാണ് ഒരുപക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാട്ട്. അത് പ്രസക്തമല്ലേ? അല്ല, അതിനകത്ത് പ്രതീക്ഷേ ഇപ്പം ശ്രീ തോമസ് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈനംദിന രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തി പരിചയത്തിൽ നിന്ന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം സത്യത്തിൽ CPM-ന് പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു സാധ്യ സ്ഥലമുണ്ട് എന്ന് ശ്രീ തോമസ് പറയുന്നത് ശരിയാണ്. മറ്റേത് പാർട്ടിയേക്കാൾ വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവ് പുലർത്തുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ആ ദേശീയമായ പെർസ്പെക്റ്റീവിൽ ദേശീയമായ ഒരു കാഴ്ചപ്പാട് ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിൽ പരാജയപ്പെടുന്നു. ഈ പ്ലീനത്തിൻ്റെ രേഖയിൽ പറയുന്ന മാതിരി തന്നെ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? അതാണല്ലോ പ്രശ്നം. അത് കണ്ടെത്തുന്നതിൽ സംഭവിക്കുന്ന പരാജയമാണ് രാഷ്ട്രീയ പരാജയം തന്നെ സംഭവിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ ലളിതമായി ക്രോസ് ചെയ്ത് പോകാൻ കഴിയുന്ന പല പസിൽസും അതിൻ്റെ വിഹുലതകളെല്ലാം നമ്മുടെ CPM-നെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഈസി ആയിട്ട് കഴിയുന്നില്ല എന്നതാണ് സത്യം.
അതിന് പല കാരണങ്ങൾ പല ഘട്ടങ്ങൾ കാണുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും കഴിഞ്ഞ 35 വർഷമായി പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ വൻതോതിൽ വിഭാഗീയത വളരുകയും പാർട്ടി സംഘടന ശ്രീ തോമസ് ഒക്കെ സൂചിപ്പിച്ചത് മാതിരി തന്നെ ദുർബലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ ശ്രീ അജിത് കുമാർ, അവിടെ പ്രസക്തമായ ഒരു പോയിന്റിലേക്ക് വന്നാൽ CPM-ന്റെ അല്ലെങ്കിൽ ആ ഒരു ബദൽ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിനനുസരിച്ച് ഒരു പക്ഷേ ഏത് ആശയ സംഘർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു പക്ഷേ കാര്യങ്ങൾ കടന്നു പോകുന്നത്. താങ്കൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ. അല്ല, CPM-ന്റെ പ്രസക്തി നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും. കാരണം അതുതന്നെയാണ്, CPM-നും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഉണ്ട്. പക്ഷേ ഇവിടെ CPM-ന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ആരാണ്? ആ CPM തന്നെയാണ്. ഈ പ്ലീനം നടത്തി, അതുപോലെ താങ്കൾ പറഞ്ഞ പ്ലീനം, അല്ലെ ഇതുപോലെ പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി കമ്മിറ്റികളും പാർട്ടി ചർച്ചകളും എന്ത് ഫൂളറിയാണെന്ന് മനസ്സിലാക്കണം. എന്ത് 5 മണിക്കൂർ നേരം കമ്മ്യൂണിസം പോലും പ്രസംഗിക്കുക, ഒരു നേതാവ് വന്ന് പ്രസംഗിക്കുക, എന്നിട്ട് പാവങ്ങളെ അടിച്ചേൽപ്പിക്കുക. പക്ഷേ അതായിരിക്കും CPM-ന്റെ ഏറ്റവും വലിയ സവിശേഷതയും. എന്ത് സവിശേഷത? ഇതൊക്കെ നിർത്തേണ്ട കാലഹരണപ്പെട്ടില്ലേ? കാലഹരണപ്പെട്ട മുദ്രാവാക്യങ്ങളുമായിട്ട്. അതുകൊണ്ടാണല്ലോ ബംഗാളിൽ അടി കിട്ടിയത്. ബംഗാളിലേക്ക് ഒരു പക്ഷേ വന്നാൽ ഇന്നത്തെ ബംഗാളിലെ റാലി ഞാൻ ചോദിക്കുന്നത് ഒരു പക്ഷേ ഇത്രത്തോളം റാലി അവിടെ മാധ്യമങ്ങൾ എഴുതിയതനുസരിച്ച് ബംഗാളിലെ അല്ലെങ്കിൽ ആ വലിയ അവിടെ ഉൾക്കൊള്ളാവുന്ന കഴിയുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ വിശകലനം അവിടെ സംഘടന ദുർബലപ്പെട്ടിട്ടില്ല എന്നൊരു സൂചന കൂടി എന്തായാലും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘടനയോടില്ല. അവിടെ ഇനി എന്തറിയോ, അവിടെ CPM-ന് ബംഗാളിൽ ഏക സാധ്യതയുള്ളത് അവിടെ ഈ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPM-ന്റെ വിജയം കൊണ്ടാണ് ഇവിടെ LDF ജയിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. EMS തന്ത്രമെടുത്ത ശരിയത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് ഒഴിച്ചാൽ വേറെ എങ്ങുമല്ല. ഇവിടെ ജയിക്കുന്നത് UDF-ന്റെ പരാജയം കൊണ്ടാണ്. അടുത്ത പ്രാവശ്യം ഇവിടെ LDF ജയിക്കാൻ പോകുന്നത് UDF-ന്റെ അല്ലെ LDF-ന്റെ പ്രവർത്തന വിജയം കൊണ്ടാണോ? ഒന്നുമല്ല. ഒരു പ്രവർത്തന വിജയവുമില്ല. എന്ത് പ്രവർത്തന വിജയമുള്ളത്? ഒന്നുമില്ല. അത് UDF-ന്റെ പരാജയം കൊണ്ടാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം പ്രായോഗികമാകുക. മാർക്സിസ്റ്റ് പാർട്ടി പ്രായോഗികമാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ കാലഹരണപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഞാൻ 55 വയസ്സായി, 40 വർഷം മുമ്പ് വിളിച്ച മുദ്രാവാക്യങ്ങൾ തന്നെ ഇപ്പോഴും വിളിക്കുന്നത്. എന്തിന് ഈ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുന്നു? ഇത്തരം അഭിപ്രായങ്ങളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന ദിവസങ്ങളിൽ ചർച്ചയിൽ വന്നേക്കാം. അതെ, എന്ത് ചർച്ച? എന്താ പറയുക, പാലക്കാട് വെച്ച് രക്ഷപ്പെടണ്ടേ? പാലക്കാട് പ്ലീനം നടത്തി വാസനന്ദ ബാബുക്കെ പൊക്കി പിടിച്ചില്ലേ? ഇത് ഒരു പ്ലീനവും ഇല്ലല്ലോ. എന്നിട്ട് അതിന് ചർച്ചയില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മാർക്സിസ്റ്റ് പാർട്ടി പ്രായോഗികമല്ല. എൻ്റെ ചോദ്യം, CH കണാരൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. CH കണാരൻ വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി വന്നപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നത്. അതിൻ്റെ അർത്ഥം ഒരു പ്രവർത്തകൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ നേതാക്കന്മാർ താമസിക്കുന്നത്. ഇവിടെ പഞ്ചനക്ഷത്ര അല്ല, എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി? അപ്പോൾ നേതാക്കന്മാരെല്ലാം ഇത് വെറും മുഖംമൂടി മാത്രമാണ്. അതുകൊണ്ട് ഈ പ്ലീനം കൊണ്ട് ഒരു പ്രയോജനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഘടകങ്ങളെല്ലാം തന്നെ എന്തായാലും കരട് രേഖയിൽ വാസുദേവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രായോഗിക തലത്തിലേക്ക് സമ്പത്ത് MP ചേരുന്നു നമ്മോടൊപ്പം. ഈ സമ്പത്ത് ഒരുപക്ഷെ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകൻ അജിത് കുമാർ അടക്കം മുന്നോട്ട് വെച്ച വലിയ തോതിലുള്ള വിമർശനം അനപലീഷണീയമായ രീതിയിലുള്ള ജീവിതശൈലികൾ അല്ലെങ്കിൽ അടക്കം ഒരുപക്ഷെ കടന്നുകൂടിയിട്ടുണ്ട്. 37 വർഷം എടുക്കുന്നു കാര്യങ്ങളെ തിരുത്തപ്പെടാൻ. ഇന്നിപ്പോൾ കരട് രേഖയിൽ അല്ലെങ്കിൽ ഒരു രേഖയിലേക്ക് മാത്രം കാര്യങ്ങൾ ആ പ്രതലത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു. പാലക്കാടടക്കം ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തുടർച്ച പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ കരട് രേഖയിൽ പറയുന്ന പ്രസക്തമായ ചിന്തകൾ, വസ്തുതകൾ, സ്വയം വിമർശനമായി ഏറ്റെടുത്ത കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഏത് രീതിയിലായിരിക്കും നാളേക്ക് മുതൽക്കൂട്ടാവുക? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വയം വിമർശനം കാലാകാലങ്ങളിൽ നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ മാത്രമല്ല, അത് കൃത്യമായ ഇത്തരത്തിൽ അവബോധത്തോടു കൂടി തന്നെയാണ് തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ, ഏറ്റെടുത്ത ദൗത്യങ്ങൾ, ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് നിർവഹിക്കുന്നതിൽ ഉണ്ടായ വിജയ പരാജയങ്ങൾ, പോരായ്മകൾ, ഇനി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നയസമീപനങ്ങൾ, സംഘടനാപരമായ തീരുമാനങ്ങൾ, അങ്ങനെ കാലാനുസൃതമായി അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച്
മുന്നോട്ട് പോവുക തന്നെ വേണം. മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള സംഘടനാപരമായ ഓർഗനൈസേഷണൽ എക്സർസൈസ് എന്ന് തന്നെ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയും CPIM ആയതുകൊണ്ട് തന്നെ CPIMന്റെ സംഘടനാ തീരുമാനങ്ങൾക്കും അതിന്റെ സമ്മേളനങ്ങൾക്കും ഇപ്പോൾ പാർട്ടി പ്ലീനത്തിനുമെല്ലാം തന്നെ ആ വിധത്തിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം അതിന് വലിയ ശ്രദ്ധ കൽപ്പിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും രാജ്യത്ത് അസഹിഷ്ണുത, വർഗീയത, അഴിമതി, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അത് വളർന്നു വരികയും അതിനെ സംബന്ധിച്ച് പൊതുസമൂഹം തന്നെ വല്ലാതെ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് CPIM എടുക്കുന്ന നിലപാടുകൾക്ക് വലിയ സാധുതയാണുള്ളത്. CPIMന്റെ പ്രവർത്തകർക്ക് പക്ഷേ കാര്യങ്ങൾ ശ്രീ അജിത് കുമാർ താങ്കൾ ഈ ഞാൻ ചോദിക്കുന്നത് സമ്പത്ത് കേൾക്കാമെങ്കിൽ അല്ല, സമ്പത്തിന് അജിത്താണ് മംഗളം, സമ്പത്തിന് കേൾക്കാമെങ്കിൽ അല്ല കേൾക്കണം സമ്പത്ത്. കാരണം എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും ഈ പ്രകാശ് കാരാട്ടും സമ്പത്ത് ഉൾപ്പെടെ പ്രമാണിമാരെല്ലാം അവിടെ ജീവിച്ച സമയത്താണ് ഈ കേജ്രിവാൾ ഒരുത്തൻ ഈ നേട്ടം കൊയ്തത്. ഇവരെവിടെയായിരുന്നു? ഇവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയത്തിന് വല്ല വ്യത്യാസമുണ്ടോ? നയം ഏറ്റവും ഗംഭീരമായ നയമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദർശം ഏറ്റവും ഗംഭീരമല്ലേ? പാവങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് അങ്ങനെ പാവങ്ങളെ സംഘടിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? എന്തുകൊണ്ട് ഡൽഹിക്ക് കഴിഞ്ഞില്ല? കേജ്രിവാളിന് എന്തുകൊണ്ട് കഴിഞ്ഞു? അതുകൊണ്ട് ഈ കേജ്രിവാളിൻ്റെ ഫോർമുല അത് സക്സസ് ആയി, നിങ്ങളുടെ ഫോർമുല പരാജയപ്പെട്ടു. പരാജയം നിങ്ങൾ മറുപടി ഡൽഹി സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. BJPക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താനായി കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഇവിടെ എന്റെ സുഹൃത്ത് ശ്രീ അജിത്ത് സൂചിപ്പിച്ച മാതിരിയുള്ള ഒരു കാര്യം, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങളും അവിടെ സാധാരണക്കാരും പാവപ്പെട്ടവരും അടക്കമുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കലും അത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഡൽഹി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ മുന്നേറാനായി കഴിഞ്ഞില്ല? ശരിയാണ്, ഡൽഹി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മുന്നേറാനായി കഴിഞ്ഞില്ല എന്നുള്ളത് പറയുമ്പോൾ തന്നെ CPIMന്റെ ഒരു പാർട്ടിയുടെ സംഘടനാ സ്വാധീനം എന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, ആ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ആ മുദ്രാവാക്യങ്ങളിൽ സ്ഥിരമായി ഈടുപെട്ട് പ്രവർത്തിക്കുന്നതിനുമുള്ള സംഘടനാ സംവിധാനം വേണം. CPIMന് ഡൽഹിയിലുള്ള സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഇപ്പോഴും പശ്ചിമ ബംഗാളിലുള്ളതുപോലെ ത്രിപുരയിലുള്ളതുപോലെ ഒരുപക്ഷെ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഉള്ളതുപോലെയുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ള കാര്യം അത് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷെ അതുകൊണ്ട് CPIMന്റെ അതിന്റെ സ്വാധീനം അതല്ലെങ്കിൽ CPIM മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ CPIM ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങൾ അതിലൊന്നും ഒരു കുറവും വരാനായി പോകുന്നില്ല. CPIMന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്, ലെഫ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവർ വെക്കുന്നതായിട്ടുള്ള ആ മുദ്രാവാക്യങ്ങൾ അത് ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനങ്ങൾ എന്ന് നമുക്ക് വിവക്ഷിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള പാർട്ടികളും ഒരുപക്ഷെ ഭരണകൂടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെയുള്ള സംഘടനകളും അടക്കം ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ വ്യക്തമാണ്. സമ്പത്ത് വളരെ നന്ദി തിരക്കുകൾക്കിടയിലും പ്രതികരിച്ചതിന്. PV തോമസിലേക്ക്. ശ്രീ PV തോമസ്, എന്തായാലും യെച്ചൂരി എന്ന റാലി അഭിസംബോധന ചെയ്ത് പറഞ്ഞപ്പോഴും ആവർത്തിച്ച കാര്യം എന്തായാലും കോൺഗ്രസ് ഇതര വർഗീയ ഇതര ഒരു ബദലായി ഒരു പക്ഷേ മാറുക, അതിന് ഇടതുപക്ഷത്തിൻ്റെ മറ്റ് LDF ഇടതുപക്ഷം എന്ന ബദൽ കൂടുതൽ ശക്തിപ്പെടുത്തുക, വിപുലീകരിക്കുക. എന്തായാലും പശ്ചിമബംഗാളിലെ സാഹചര്യം താങ്കൾക്കറിയാം. അവിടെ വലിയ ജീർണതയിലേക്ക് കാര്യങ്ങൾ പോയി, പാർട്ടി വേറെ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇന്ന് ആ പശ്ചിമബംഗാൾ എന്ന ഭൂമിയിലാണ് ഇന്ന് മഹാറാലി നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വലിയ ഗുണകരമായ രീതിയിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ ഈ കരട് രേഖ സ്പഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അധിക ദൂരം വേണമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്? വിവിധ സംസ്ഥാനങ്ങൾ, ഞാൻ ആന്ധ്രാപ്രദേശ് അടക്കം ഒരുപക്ഷെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ് മുൻ സാഹചര്യങ്ങൾ, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന സ്പേസ്, ബീഹാറിലടക്കം ഇതെല്ലാം പരിശോധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണത്. കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരികയാണ് 2016. അവിടെ പശ്ചിമ ബംഗാളിൽ സഖ്യമുണ്ടാക്കുമോ, കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കുമോ, അതെങ്ങനെ പരസ്പര വൈരുദ്ധ്യമുള്ളതാകും? കാരണം കേരളത്തിൽ ആരെയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസുമായിട്ടാണ് മത്സരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ സഖ്യമുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാകും അതെന്നുള്ള കാര്യം വളരെ വിഷമമുള്ള കാര്യമായിരിക്കാം. പശ്ചിമ ബംഗാളിൽ CPIMന് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ
തീർച്ചയായിട്ടും വളരെയധികം തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. സഖ്യങ്ങൾ അതിന് വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ അതിന് സാധിക്കുമോ, ആരുമായിട്ടായിരിക്കും സഖ്യം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ CPM വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് CPMന് വളരെയധികം നിർണായകമായിട്ടുള്ള, വളരെ പ്രതിസന്ധികരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2016 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ. പശ്ചിമ ബംഗാളിൽ എന്തെങ്കിലും രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ വിജയമായിരിക്കും. പക്ഷേ പശ്ചിമ ബംഗാളിൽ BJPയും വലിയ ശക്തിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ CPM എന്ത് തന്ത്രമായിരിക്കും സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പ്രശ്നമാണ്. അത് നോക്കിക്കാണേണ്ടതാണ്. അതുപോലെ കേരളത്തിൽ LDFന് ഒരു സാധ്യതയുള്ളതായിട്ട് കാണുന്നു തൽക്കാലം. അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാൻ പാടില്ല. എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു പക്ഷേ CPM LDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. പക്ഷേ പശ്ചിമ ബംഗാളിൽ അങ്ങനെ വന്നേക്കുമോ, വരാൻ വലിയ സാധ്യതയുള്ളതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഈ സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആ സഖ്യം കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാർട്ടികൾ തീർച്ചയായിട്ടും പറയും. കാരണം കേരളത്തിൽ ഫൈറ്റ് ചെയ്യുന്നു, പശ്ചിമ ബംഗാളിൽ ഇങ്ങോട്ട് വരുന്നു എല്ലാം പറയും. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ CPMന് അത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ചോയ്സ് അല്ല. CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM അത് ഇടതുപക്ഷത്തിന് 2004 60 സീറ്റുകൾക്ക് മുകളിൽ ഉണ്ടായിരുന്നു ലോക്സഭയിൽ. ഒരു ശക്തിയായിരുന്നു. പ്രധാനമന്ത്രി വരെ ആകാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു ജ്യോതി ബാസുവിന്. പക്ഷേ അതൊക്കെ പോയി. അതിനുശേഷം ഇന്ന് എത്രയാ, 11 സീറ്റോ 9 സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് വന്നു? ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസക്തിയുള്ള വീക്ഷണമുള്ള ആരെങ്കിലും ഉണ്ടോ CPMൽ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് CPM ഇങ്ങനെ വെറും ബംഗാളിലും അതുപോലെ തന്നെ താങ്കളിലേക്ക് എത്താം. ശ്രീ വാസുരേന്ദ്ര ബാബു, വളരെ പ്രസക്തമായ ചില ആശയ സംഘർഷങ്ങളിലൂടെ പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ. കാലാനുസൃതമായ രീതിയിൽ തിരുത്തലുകൾ ആവശ്യമാണ്. ഇപ്പോൾ എന്തായാലും 37 വർഷം എടുത്തിരിക്കുന്നു. കാര്യങ്ങൾ ഒരുപക്ഷെ ജീർണാവസ്ഥയിലേക്ക് എത്തിയപ്പോഴും അതിന് തിരുത്തൽ പ്രേരകരമായ രീതിയിലൊരു ബോഡി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വൈരുദ്ധ്യം അത് പ്രസക്തമല്ലേ, നേരിടുന്ന ഒരു വിഷയം തന്നെയല്ലേ? അതെ, ഞാനത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സത്യത്തിൽ സാവകാശത്തോടെ ഇരുന്ന് പാർട്ടി സംഘടനയെ ഭംഗിയാക്കിയെടുക്കാൻ, വൃത്തിയാക്കിയെടുക്കാനുള്ള സാവകാശമൊന്നും CPMന് ഇപ്പോഴില്ല. അത്രത്തോളം ഗൗരവതരമായ വെല്ലുവിളികൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് സ്വയം നവീകരണ ശ്രമങ്ങൾ പാർട്ടി നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപക്ഷെ ശ്രീ സമ്പത്തൊക്കെ പറയുന്നതും അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി CPM തന്നെയാണ്. അത്രത്തോളം അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം അവരുടെ ആ പാർട്ടിയുടെ ഡോക്യുമെൻ്റ് തന്നെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഡോക്യുമെൻറ്റിൽ പറയുന്നത്, അഴിമതി, ധാർമ്മികച്യുതി, അമിത മദ്യപാനം, റിയൽ എസ്റ്റേറ്റ് കച്ചവടം, സമരങ്ങളിൽ പങ്കെടുക്കാതിരിക്കൽ, പാർട്ടി ശത്രുക്കളുമായുള്ള ചങ്ങാത്തം എന്നിവ നേതാക്കളിലും അണികളിലും വ്യാപകമായി. അംഗത്വം നടപ്പാക്കി ഈ പറഞ്ഞ രേഖ നടപ്പാക്കിയാൽ 50% മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. യാഥാർത്ഥ്യങ്ങളെ ഇപ്പോഴും തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ എണ്ണി അക്കമിട്ട് നിരത്തുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് പ്ലീനം എന്ന തലത്തിലേക്ക് മാധ്യമങ്ങളടക്കം, ദേശീയ മാധ്യമങ്ങളടക്കം കൊട്ടിഘോഷിക്കപ്പെട്ട് ഒരു റിപ്പോർട്ട് അവതരിക്കുമ്പോൾ എന്തായാലും അതിന്റെ തുടർച്ച എന്തായാലും നമുക്ക് ഉണ്ടാകില്ല എന്ന് നേരത്തെ ഒരു മുൻവിധിയോടുകൂടെ സമീപിക്കേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും രേഖയിൽ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ എന്തുകൊണ്ട് ഇതുവരെ പുറത്താക്കിയില്ല? അല്ല, അതിനകത്ത് ഈ രേഖയിൽ തന്നെ ഇനി പുതിയ പ്ലീനം ഉണ്ടാക്കി രേഖയുണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരായി നേതാക്കന്മാർ പാടില്ല എന്ന് രേഖ ഉണ്ടാക്കണോ? അല്ല അജിത്തെ, ഇതിനകത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വളരെ പീവിഷായ, വളരെ ബാലിശമായ ഗ്രൂപ്പ് താല്പര്യങ്ങളെ മുൻനിർത്തി നേതാക്കളെ കണ്ടെത്തുന്നു പാർട്ടി. അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ മാത്രം വരുന്നു. അതുവഴി കഴിവില്ലാത്ത ആളുകൾ നേതൃസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു. ധാരാളം ഉദാഹരണങ്ങൾ പാർട്ടിയിലുണ്ട് എന്നാണ് രേഖ പറയുന്നത്. എന്ന് പറയുമ്പോൾ അജിത്ത് പറഞ്ഞതുമാതിരി
പകുതിയിലോളം നേതാക്കളെ അല്ല എന്താ എന്തുകൊണ്ട് പോലും പുനഃസംഘടന വേണ്ടി വരുന്ന പാർട്ടി സമ്മതിക്കുന്നു. രേഖ അവിടെ കിടക്കുന്നു, രേഖ അവിടെ ഇരിക്കുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു എന്നല്ലേ ലെവലിലെ കാര്യങ്ങൾ. അങ്ങനെയെങ്കിലും അതിനെ അഭിസംബോധന ചെയ്യാൻ ഈ പാർട്ടി എന്താ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, നടക്കത്തില്ല, നടക്കാത്ത കാര്യമാണ്. ശ്രീ അജിത്കുമാർ, അതായത് ഉൾപാർട്ടി ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ ഇതൊരു നല്ലൊരു ജനാധിപത്യം വളരുന്നില്ല, നശിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ പി വി തോമസ്, കാരണം അതിലെ ചില ഘടകങ്ങളെ പരിശോധിക്കുക. താങ്കൾ ദേശീയ തലത്തിൽ നിന്ന് ചില സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കാം. കേരളത്തിലെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും CPM-ന് വേരോട്ടം ഉണ്ടായിരുന്ന, ഇടതുപക്ഷത്തിന് ശക്തി ഉള്ള പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചാൽ ആ ഒരു മൂല്യച്യുതി ഇന്നെന്തായാലും അത് സമ്മതിച്ച് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഒരു എടുത്തു പറച്ചിൽ അത് അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് പിന്നീടുള്ള കാര്യമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം കൊട്ടിഘോഷിക്കപ്പെട്ട് വിളിച്ചു ചേർക്കുന്ന ഒരു പ്ലീനം, അതിൻ്റെ നടപടികൾ എന്തായാലും തുടർച്ച ഉണ്ടാകണം എന്ന ഒരു ബോധ്യം എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നന്നായി അറിഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടല്ലേ, അതെങ്കിലും അംഗീകരിച്ചുകൂടെ? പ്രജീഷ്, ഞാൻ പറയുന്നത് ഇത് നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസും അതുപോലെ തന്നെ ചില പ്ലീനങ്ങളും എല്ലാം നമ്മൾ കാണുന്നു. അവിടെ വ്യക്തമായിട്ട് ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. ആരുമില്ല അവിടെ. ഒരു 3-4 ദിവസം, കോൺഗ്രസ് ആണെങ്കിൽ 3 ദിവസമായിരിക്കാം, ഇതിപ്പോൾ പ്ലീനം ഇപ്പം 4-5 ദിവസമുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കും, വലിയ വലിയ അക്കാഡമിക് ലെവലുള്ള ഡിസ്കഷൻസ് നടക്കും. പക്ഷേ പ്രായോഗിക തലത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നടത്തുവാൻ ആരുമില്ല. ഈ നേതാക്കന്മാരുമില്ല, പ്രവർത്തകരുമില്ല. ഉള്ളത് താഴേക്കിടയിലുള്ള നേതാക്കന്മാർ, പ്രവർത്തകരാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവരെല്ലാം സുഖലോലുപന്മാരായിട്ട് ഒരു നല്ല ശതമാനം ഞാൻ പറയുള്ളൂ നിൽക്കുകയാണ്. പക്ഷെ വലിയ നേതാക്കന്മാർക്ക് ഗ്രൗണ്ട് തലത്തിൽ ഒരു മാസ്റ്റർ ലീഡേഴ്സേ അല്ല. അതാണ് ഈ പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഒന്നും കുപ്പായെല്ലാം തട്ടി കുടഞ്ഞ് എഴുന്നേറ്റ് വരും. അവരൊന്നും ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം കമ്മ്യൂണിസമായിരിക്കണം. അതായിരുന്നു 50-കളിൽ 60-കളിൽ. അങ്ങനെയുള്ള തീക്ഷ്ണത ആർക്കുണ്ട്? അങ്ങനെയുള്ള എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കാണിക്കാൻ പറ്റും? ആരുമില്ല. ഇവരൊക്കെ സുഖലോലുന്മാരെ ഭൂഷ്വാസികളെക്കാൾ അധപ്പതിച്ചു പോയിരിക്കുന്നു, ജീർണിച്ചു പോയിരിക്കുന്നു. അതാണ് ഈ പാർട്ടിയുടെ തകർച്ച. ആ പാർട്ടിയായിരുന്നു UP-യിലും ബീഹാറിലും പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും എല്ലാം നല്ല ശക്തിയായിട്ട് വന്നത്. അങ്ങനെ ഒരു പാർട്ടി ഇപ്പോഴില്ല. ഇവരൊക്കെ സുഖലോലുപന്മാരാണ്, ഭൂഷ്വാസികളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടി. താങ്കൾ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുന്ന വ്യക്തി, കടുത്ത ആരോപണങ്ങൾ വരുന്ന സ്ഥിതിക്ക് ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ PV തോമസും അല്ലെങ്കിൽ ശ്രീ അജിത് കുമാർ അടക്കം പ്രകടിപ്പിക്കുന്നത് ഒരു വികാരമാണ്. ഒരുപക്ഷെ ഗ്രാസ് റൂട്ടിൽ നിന്നുള്ള അടക്കം തൊട്ട് എല്ലാ തലത്തിലുള്ള ഒരു വികാരമാണ് അവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഏത് രീതിയിലുള്ള പൊളിച്ചെഴുത്താണ് ഒരുപക്ഷെ അനിവാര്യം? ഈ പറയുന്ന സംഘടനയാണ് നമുക്ക് എന്തായാലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഘട്ടമായി. ഞാൻ അതിനകത്ത് ഇപ്പോൾ ശ്രീ PV തോമസും അജിത്തും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പാർട്ടി തന്നെ ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് രേഖയിലെ കാണുകയുള്ളൂ, പ്രയോഗത്തിൽ വരുന്നില്ല എന്നാണ്. പക്ഷേ പ്രയോഗത്തിൽ വരാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രജീഷ്. അതാണ് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കാരണം ഇവിടെ ഒരു വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ വിലയിരുത്താത്തതിന്റെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്താതെ വിലയിരുത്താതെ പോയതിന്റെ പരിണിതഫലമാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിനടക്കം സംഭവിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ നടത്തുന്ന ഈ ഒരു പ്ലീനത്തെ നമുക്ക് വിശ്വാസത്തിൽ എടുത്തുകൂടെ? അതാണ് ഒരു പ്രജീഷേ, കഴിഞ്ഞ 30 വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തോടൊപ്പം ഇങ്ങനെ നടക്കുന്ന ആളാണ് ഞാൻ. ഇത് രേഖകൾ ഇഷ്ടം പോലെ കണ്ടു, രേഖകളും ചർച്ചകളും ഒത്തിരി നടന്നു. എന്നിട്ട് എവിടെയാണ് ഒരു പക്ഷേ എങ്ങനെയെങ്കിൽ താങ്കൾ സൂചിപ്പിക്കുന്ന പ്രായോഗിക നടപടികൾ എങ്ങനെയാണ്? EMS-നെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയും, EMS ഈ രേഖയിൽ പുസ്തകം എഴുതുന്ന കാര്യത്തിൽ റിയാലിറ്റി എഴുതും, ബാക്കിയുള്ള കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകളൊന്നും പ്രായോഗികമല്ല, പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല. രേഖയുടെ വഴിക്ക് പോവും, പ്രായോഗിക വഴിക്ക് പോവും. ആ ലെവലിലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ ഒരു അവസ്ഥയിൽ വരേണ്ടതല്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പോളിറ്റ് ബ്യൂറോയിലെ നേതാക്കന്മാർ ഈ കേജ്രിവാളിൻ്റെ മിനിമം മാന്യത അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹി പിടിച്ചടക്കാൻ കേജ്രിവാൾ എന്തുവാ ഒരു തത്വശാസ്ത്രവും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. എന്നിട്ട് ഇവിടെ രാവിലെ 10 മണിക്ക് വരും, ഒരു പോളിറ്റ് ബ്യൂറോ അവയിലെ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി ഉണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്മിറ്റി.
എന്തൊരു നാശം പിടിച്ച കമ്മിറ്റിയാ ഇത്, അവസാനിപ്പിക്കണം. യെസ്, ഒരുപക്ഷെ ശ്രീ ഭാസുരേന്ദ്ര ബാബു, കേരളം കുറച്ചുകൂടി കാര്യം ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തിന് വേറിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാൽ കേരളം കുറച്ചുകൂടെ കാര്യങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ എന്തായാലും ഈ പാർലമെന്ററി വ്യാമോഹം അമിതമായ രീതിയിൽ അത് തന്നെയാണ് ഒരു വലിയ ഒരു സുപ്രധാന ഘടകത്തിലേക്ക് ഒരുപക്ഷെ ജീർണതയ്ക്ക് കാരണമാകുന്നത്. കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. പാർലമെന്ററി വ്യാമോഹം വൻതോതിലുള്ള തിരിച്ചടികൾക്ക് കാരണമായിരിക്കുന്നു. അതിനകത്ത് പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗുണദോഷ വിചാരം വളരെയധികം ദുർബലമായിരിക്കുന്നു, ഗുണഗണങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന കാര്യവും ഈ രേഖ തന്നെ പ്രതീഷ് പറയുന്നുണ്ട്. ചടയൻ ഗോവിന്ദിന് ശേഷം പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്ത ഒരാളുടെ പേര് പറ. അല്ല, അങ്ങനല്ല. നമ്മൾ ഒരു സാഹചര്യത്തെ അല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും പാർലമെന്ററി വ്യാമോഹം, ഇതിനകത്ത് എല്ലാവർക്കും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കേവലം വ്യക്തിഗതമായി ഇത്തരം കാര്യങ്ങളെ പരിശോധിക്കാനോ പരിഹരിക്കാനോ കഴിയില്ല. രാഷ്ട്രീയമായും സംഘടനാപരമായും പക്ഷെ അപ്പോഴും അജിത്ത് പറയുന്നത് എന്തുകൊണ്ട് ഡൽഹി പോലെ ഒരു സ്ഥലത്ത് ഇത്രയും സ്വാധീനമുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ല? കേജ്രിവാളിന് അദ്ദേഹത്തിന്റെ വഴി എങ്ങനെ കണ്ടെത്താനായി? ഒരുപക്ഷെ അദ്ദേഹം ത്വരിത നടപടികൾ എന്തുണ്ടാകുന്നില്ല, അതാണ് ഒരു പക്ഷേ മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ, വ്യത്യസ്ത വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ, പ്രചരണ തന്ത്രങ്ങളെ നവീകരിക്കുന്ന കാര്യത്തിലൊക്കെ ആധുനികമാകാൻ കഴിയുന്നില്ല പാർട്ടിക്ക്. മറ്റു വിഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ആ ആധുനികത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ വരാം? ആധുനികത വരണമെങ്കിൽ ചെറുപ്പക്കാർ തന്നെ പാർട്ടിയിലേക്ക് വരണം. ചെറുപ്പക്കാർ വരുമ്പോഴാണ് ആധുനികത വരുന്നത്. അത് ഇപ്പോൾ ചെറുപ്പക്കാർ വേണ്ട. VS ഏറ്റവും വലിയ ജനപ്രിയ നായകൻ ഇപ്പൊ കേരളത്തിൽ. അല്ല, ഞാൻ ചെറുപ്പക്കാർ വേണമെന്നില്ല. അല്ല, എന്റെ പോയിന്റ്, കേജ്രിവാൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇവര് ഈ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ AKG ഭവനിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ അത് പറഞ്ഞാൽ അതിന്റെ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയാതെ പോകും. എന്തായാലും പ്രതലം എന്തായാലും ഇത് തന്നെയാണ്. എന്തായാലും അതിൽ ഊന്നിയുള്ള ഒരു ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും? എന്തായാലും കേരളത്തിലെ ദേശീയ തലത്തിൽ ഇന്ത്യയിലടക്കം ഇടതുപക്ഷ CPM പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകരുന്ന തരത്തിലുള്ള ഒരു പ്ലീനം എന്തായാലും മാറുന്നു. ബംഗാളിൽ നിന്നുള്ള ആദ്യ ദിനത്തിലെ സൂചനകളും പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെ ഉണ്ടാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും മംഗളം CEO അജിത് കുമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു, PV തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനൊപ്പം S സമ്പത്ത് MP ചർച്ചയിൽ പ്രതികരിച്ചതിന്